320 കിലോ വെയിറ്റ് കപ്പാസിറ്റി ഉള്ള ടോൾ യൂണിറ്റ്, അതും പുറത്തേക്ക് ഫുള്ളായിട്ട് വരുന്നത്. 30 kg വെയിറ്റ് താങ്ങുന്ന വെയിറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോർണർ മാജിക് ആണിത്. എന്നെക്കാൾ ഹൈറ്റിലുള്ള ഒരു ഓയിൽ പുൾ ഔട്ട് 320 സെന്റിമീറ്ററിൽ ചെയ്ത ഒരു എൽ ഷേപ്പ് കിച്ചൺ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബേബി ബ്ലൂ കളറാണ് ഈ ഒരു കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ 120 kg കപ്പാസിറ്റിയിലുള്ള ഒരു കിഡിലൻ ടോൾ യൂണിറ്റ്, ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഹൈറ്റിനൊക്കെ അനുസരിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു ടോൾ യൂണിറ്റ് മോട്ടറൈസ്ഡും ആക്കാൻ സാധിക്കും. ഇതിലൊരു പ്രൊഡക്റ്റ് വെച്ച് നീക്കി കഴിഞ്ഞാൽ നീക്കില്ല, കാരണം ഇൻബിൽഡ് ആയിട്ട് മാറ്റ് വരുന്നുണ്ട്. ഇതിൽ ഫിക്സ്ഡ് ആയിട്ട് തന്നെ ഒരു മാറ്റ് വരുന്നുണ്ട്. സാധാരണ നമ്മൾ മാറ്റ് എടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക, ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ മാറ്റ് വരുന്നുണ്ട്. പിന്നെ അതിമനോഹരമായ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് ഇതിന്റെ സൈഡിലുള്ള പാനൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ള ഗോൾഡൻ കളർ ജി പ്രൊഫൈൽ ഹാൻഡിലാണ്. ഫ്ലൂട്ടഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടെ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു കിച്ചണിൽ ലഭിക്കുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹൈറ്റിലും കൂടുതലുള്ള ഒരു അഡ്ജസ്റ്റബിൾ പുൾ ഔട്ട് ആക്സറീസ് ആണ് ഇത് വരുന്നത്. ഇതിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് ഓയിൽ ബോട്ടിൽസ് ഏത് തരമുള്ള ബോട്ടിൽസും ഏത് സൈസിലും ഹൈറ്റിലുള്ള ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ കിച്ചണിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊറിയൻ ടോപ്പാണ്. കൊറിയൻ ടോപ്പ് എഡ്ജ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൊറിയൻ ടോപ്പിന്റെ ഒരു പ്രത്യേകത കൂടെയാണ്. ബാക്കിയുള്ള ഇപ്പോൾ ടൈലൊക്കെ എടുക്കാൻ ചെറിയൊരു ലൈനെങ്കിലും ഫുൾ ബോഡി ടൈല് നമ്മൾ 45 എടുത്ത് ചെയ്താൽ തന്നെ ഒരു ചെറിയ ലൈനെങ്കിലും കാണും. ഇതിന് തീരെ ലൈനൊന്നും ഇല്ലാതെ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് കൊറിയൻ ടോപ്പ് ഫോൾഡ് ചെയ്ത് ഏത് ഷേപ്പിലും എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ മാത്രമല്ല, ഈ ഒരു മിഡ്വേ സിസ്റ്റം കൊടുത്തത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട തവി പോലുള്ള ആക്സറീസ്, ഓയിൽസ്, അതുപോലെ ടിഷ്യൂ റോള്, ഇതെല്ലാം ഈ ഒരു ആക്സറീസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതിലൊരു കുക്കിംഗ് ഏജന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കത്തി, അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 6 സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അഥവാ ഉള്ളിൽ വേറെ ആക്സറീസ് ഒന്നും ഇല്ല. നമുക്ക് വലിയ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിൽ, അതൊക്കെ വളരെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഒരു തീം വേറൊരു ഭംഗി തന്നെ ഇതിന് കൊടുക്കുന്നുണ്ട്. കാരണം 2 സൈഡിലും ബ്ലാക്ക് പ്രൊഫൈൽ ചാനലിൽ ഫ്ലൂട്ടഡ് ഗ്ലാസും സെൻറ്ററിൽ ഈ ഒരു ബേബി ബ്ലൂ വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗി, വേറൊരു ഭംഗി ഇതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കാം, അതുപോലെ ഇതേപോലെയുള്ള ഭംഗിയുള്ള പ്രൊഡക്റ്റുകൾ അട്രാക്ഷന് വേണ്ടിയിട്ട് വെക്കാനും സാധിക്കും. പിന്നെ മെയിനായിട്ട് അടുത്തതായിട്ട് വരുന്നത് കോർണർ മാജിക് ആണ്. കോർണർ മാജിക് കണ്ടോ, ഫുൾ ലെങ്ത് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കോർണർ മാജിക് കൊടുത്തിട്ടുള്ളത്. കാരണം കംപ്ലീറ്റ് ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില കോർണർ മാജിക്കുകൾ പകുതിയാണ് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് കെസബമ്മർ എന്ന ബ്രാൻഡിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഈ ഒരു കോർണർ മാജിക് പുറത്തേക്ക് വരുന്നുണ്ട്. 2 ട്രാകളാണ് വരുന്നത്, താഴെ എക്സ്ട്രാ ഒന്നും വരുന്നുണ്ട്. സ്റ്റോറേജിന്റെ ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് ഗോൾഡൻ കളർ പ്രൊഫൈലില് സെമി ടിൻഡഡ് ഗ്ലാസ് ആണ് കൊടുത്തത്. ഒക്കെ ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് ക്രോക്കറി പ്രൊഡക്റ്റുകൾ ഉണ്ടാവല്ലോ, അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഡോറ് കണ്ടോ, ഫുൾ ലെങ്ത്തിൽ ഒറ്റ ഡോർ, സിംഗിൾ ഡോർ ഈ ഒരു രീതിയിൽ നിൽക്കും. പിന്നെ അടുത്തതായിട്ട് വരുന്ന ആക്സറീസ് HF കൊടുത്തതാണ്. ഈ ഗ്ലാസ് ഡബിളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ആക്സറീസ്, പുൾ ഡൗൺ ആക്സറീസും ഹൈറ്റ് കുറഞ്ഞവർക്കുള്ളതാണ്. വളരെ ഈസി ആയിട്ട് താഴേക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് ഇത് വന്ന് നിൽക്കും. ഇത് ആവശ്യം കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ റിട്ടേൺ പോകും. ഒരു 1 kg വെയിറ്റ് എങ്കിലും മിനിമം വരുമ്പോഴാണ് ഇതിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ഗോൾഡൻ കളർ പ്രൊഫൈലിന്റെ കൂടെ തന്നെ ഈ ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിൽ ഒരു സ്റ്റോറേജ് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭംഗി കണ്ടില്ലേ, വേറൊരു രീതിയിലുള്ള അടിപൊളി അട്രാക്ഷൻ ഉള്ള ഒരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് സ്റ്റോറേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റോറേജിന് പുഷ് ബട്ടൺ ആണ്. നമുക്ക് ഹാൻഡിലില്ല, കണ്ടില്ല, ഹാൻഡിൽ ഇല്ലാത്ത രീതിയിലാണ്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തുറന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയയും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇതിപ്പോൾ ഏത് പൊസിഷനിലേക്കും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു സൈഡിൽ തന്നെ ബോട്ടം സ്റ്റോറേജിലേക്ക് വന്നാൽ ഡിറ്റർജന്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്ലീനിങ്ങിലുള്ള ലിക്വിഡ് കാര്യങ്ങൾ, മോപ്പ്, ചെറിയ ആക്സറീസ് എല്ലാം ഇതിൽ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു ഓയിൽ പുള്ളൗട്ട്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഓയിൽ പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. നമുക്ക് 30 kg വെയിറ്റ് ഇതിൽ താങ്ങും. വളരെ ഈസി ആയിട്ട് ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഈ ഒരു സ്പേസ് പോകുന്നതില്ലേ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്കും നീക്കി വെക്കാനും സാധിക്കും. പിന്നെ ഇതിന്റെ താഴെ ആയിട്ട് വരുന്നത് ഒരു പ്ലെയിൻ ട്രേ ആണ്. PVC കട്ട്ലറി ട്രേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ആയാലൊന്നും റസ്റ്റ് വരുന്ന വിഷയങ്ങളൊന്നും ഈ PVC ആവുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് PVC ആണെങ്കിൽ ഒന്നും കൂടെ ഡ്യൂറബിലിറ്റി ലഭിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കിച്ചൺ വീഡിയോകൾക്കായി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.